പിന്നെ അപ്പം നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് മുഴുവൻ ലാൻഡ്സ്കേപ്പ് ബഫല്ലോ ഗ്രാസ് പിടിപ്പിക്കുകയാണ്. ഫസ്റ്റ് ടൈം നമ്മൾ മുഴുവൻ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് ചെടികൾ നമ്മൾ നട്ടായിരുന്നു, അത് അതൊന്ന് വെട്ടി ലെവൽ ചെയ്യണം, സെറ്റ് ചെയ്യണം. മൊത്തത്തിൽ അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അത് നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം, എന്നിട്ട് ലെവൽ ചെയ്യണം. അത് ലെവൽ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ നടുന്നത് ഞാൻ കാണിച്ചു തരാം ബഫല്ലോ ഗ്രാസ്. അപ്പോൾ അതിനെ കാണിച്ചു തരാം, ഞാൻ കാണാൻ. ഇതാണ് നമ്മൾ കൊണ്ട് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 ഷീറ്റായിട്ടാണ് കണ്ടോ, ഒരു ഷീറ്റാണ്. അപ്പോൾ അങ്ങനെ 3 ഷീറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷീറ്റ് 4 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ നമ്മളത് മേടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ നടുന്നതിന് മുമ്പ് അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ. അങ്ങനെ നമ്മുടെ സാധനം ഒന്ന് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയാണ് മൊത്തം പുല്ല് കിടക്കുന്നത്. നമ്മൾ ബാക്കി സ്ഥലത്തൂടെ എല്ലാം കുഞ്ഞായിട്ട് അത് കുറ്റിയായിട്ട് മുഴുവൻ നട്ടിട്ടുണ്ട് അങ്ങേറ്റം വരെ. ഇതെവിടെ വേറൊരു പ്ലാന്റാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഇത് മുഴുവനൂടെ നമ്മളത് ഓരോന്നോരോന്നായിട്ട് മൊത്തം നടും. അതാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഏതാണ്ട് 1 മാസത്തോളം എടുക്കും നമുക്ക് ഫുള്ള് ഫില്ലായി കിട്ടാൻ. പക്ഷേ നമ്മളൊന്ന് നന്നായി കെയർ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മുടെ ഇത് കഴിയുമ്പോൾ തന്നെ ഉള്ള സ്ഥലം തന്നെയാണ് ഈ കാണുന്നത്. ഇനി ഇത് കഴിയുമ്പോൾ തന്നെ അടുത്തത് മുഴുവൻ ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനകത്ത് കുറേ ചപ്പും ചോറും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ചെത്തി സെറ്റാക്കി എടുക്കണം. എന്നിട്ടാണ് മുഴുവൻ പിടിപ്പിക്കുന്നത്. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. നമ്മൾ നാളെ അടുത്ത ദിവസം പുല്ല് പിടിപ്പിക്കാൻ പോകും. അങ്ങനെ നമ്മുടെ ഈ ഷീറ്റ് നമ്മളിത് എടുക്കുകയാണ് ഇനി നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പിച്ച് എടുത്ത് ചെറിയൊരു തൈകളാക്കി മുഴുവൻ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോന്നേരം നടാൻ പോവാണ്. 3 നേരം നനയ്ക്കണം. ആദ്യത്തെ നട്ടിട്ട് കുറച്ച് ദിവസത്തേക്ക്, പിന്നെ ഓട്ടോമാറ്റിക് പിടിച്ച് കഴിയുമ്പോൾ പിന്നെ 2 നേരം ആയാൽ മതി. പിന്നെ മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ആദ്യം ഈ പരിപാടിയും ചെയ്യാം.
അപ്പോൾ നമ്മുടെ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. 2 ആഴ്ചത്തെ ഒരു റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് എന്താ പറയുക, അത്യാവശ്യം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കയറില്ല, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടെ മുഴുവൻ കളയാട്ടോ. നമ്മൾ കള കുറച്ച് കളയണം. നമ്മൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ആഴ്ച രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് നനയ്ക്കണം. നല്ല ചൂടായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നട്ട് കഴിഞ്ഞാൽ അങ്ങനെ നനയ്ക്കണം. നല്ല മഴ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ വേനൽക്ക് നട്ടക്കണമുണ്ട്. അപ്പം അത് മുളച്ച് വാങ്ങാനൊക്കെ നമ്മൾ അങ്ങനെ ഇത് ചെയ്യണം. പിന്നെ അത് അത്യാവശ്യം പിടിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി, പിന്നെ സെറ്റ് ആയിക്കോളും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ കള വരുന്നുണ്ട്. എങ്കിലും നിങ്ങൾ കാണുന്നത് ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ളതിൻ്റെ ഒരു റിസൾട്ടാണ്. കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 മാസം, 1.5 മാസം, 2 മാസമൊക്കെ എടുക്കും ഫുള്ള് ഫില്ലായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടിയുടെ ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. എങ്കിലും നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ചെയ്തു നോക്കുക. സിമ്പിളാണ്. കാരണം വെച്ചാൽ വളരെ നിസ്സാരം പൈസ ചെയ്യാനുള്ളൂ. 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2-3 സ്ക്വയർ ഫീറ്റ് സാധനമാക്കും. 2-3 ഒരു 500 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു 10-12 സ്ക്വയർ ഫീറ്റ് സാധനം മേടിച്ചിട്ട് സാധനം ഇങ്ങനെ ക്ഷമ വേണ്ട. നമ്മൾ ഇരുന്ന് നട്ട് സാധനം പിടിപ്പിക്കാനൊക്കെ ആയിട്ട് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ നോക്കി സാധനം സെറ്റ് ചെയ്ത് നമുക്ക് തന്നെ എടുക്കാമെന്നുള്ളൂ, ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. വൃത്തിയായിട്ട് കിടക്കും, വേറെ കളയൊന്നും ചേർത്തില്ല. അപ്പോൾ വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അടിപൊളിയാണ്. ഞാനിനി ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ചെറിയ സ്ട്രക്ചർ ഓപ്പൺ ചെയ്ത് വെക്കണം. അപ്പോൾ അത് പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ കാണിക്കാമെന്ന് വെച്ചാൽ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫുള്ള് ഫില്ലായിട്ട് നല്ല വൃത്തിയായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, നിങ്ങളും പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്രാസ് പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ ചെയ്യുക. ഓക്കെ, ശരിയെന്നാൽ.